യൂറോപ്പിൽ ആഴ്ചകൾ നീണ്ടുനിന്ന കടുത്ത ഉഷ്ണതരംഗത്തിന് നേരിയ ശമനമുണ്ടായെങ്കിലും കടുത്ത വരൾച്ചയും കാട്ടുതീയും ജനജീവിതം സ്തംഭിപ്പിക്കുന്നു. പല രാജ്യങ്ങളിലും ഉഷ്ണതരംഗത്തിന് തൊട്ടു പിന്നാലെയുണ്ടായ ശക്തമായ ഇടിമിന്നലോടുകൂടിയ കൊടുങ്കാറ്റുകൾ വൻ നാശനഷ്ടമാണ് വിതയ്ക്കുന്നത്. മെഡിറ്ററേനിയൻ രാജ്യങ്ങളായ ഗ്രീസ്, ഇറ്റലി, സ്പെയിൻ എന്നിവിടങ്ങളിൽ വരണ്ട കാലാവസ്ഥയെ തുടർന്ന് പടർന്നു പിടിച്ച കാട്ടുതീ ഇപ്പോഴും പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുവാൻ സാധിച്ചിട്ടില്ല. നൂറുകണക്കിന് ഹെക്ടർ വനഭൂമിയും ജനവാസ മേഖലകളും ഇതിനോടകം തന്നെ ചാമ്പലാവുകയും ആയിരക്കണക്കിന് വിനോദസഞ്ചാരികളെയും പ്രദേശവാസികളെയും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തു. മറുഭാഗത്ത് വടക്കൻ യൂറോപ്യൻ രാജ്യങ്ങളിൽ അപ്രതീക്ഷിതമായി ആഞ്ഞടിച്ച കനത്ത കാറ്റും ആലിപ്പഴ വർഷവും ഗതാഗത സംവിധാനങ്ങളെയും കൃഷിയിടങ്ങളെയും തകിടം മറിച്ചു. കടുത്ത ചൂടിൽ നിന്ന് താപനില പെട്ടെന്ന് താഴ്ന്നതാണ് അന്തരീക്ഷത്തിലുണ്ടായ ഈ പെട്ടെന്നുണ്ടായ കാലാവസ്ഥ വ്യതിയാനത്തിനും ശക്തമായ കൊടുങ്കാറ്റുകൾക്കും കാരണമെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ വിലയിരുത്തുന്നു. വരൾച്ച രൂക്ഷമായതോടെ ദക്ഷിണ യൂറോപ്പിലെ പ്രധാന നദികളിലെയും ജലാശയങ്ങളിലെയും ജലനിരപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. പലയിടങ്ങളിലും കുടിവെള്ള വിതരണത്തിന് കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുവാൻ പ്രാദേശിക ഭരണകൂടങ്ങൾ നിർബന്ധിതരായിരിക്കുന്നു. നദികളിലെ ജലക്ഷാമം കാർഷിക മേഖലയെ മാത്രമല്ല യൂറോപ്പിന്റെ ഊർജ്ജ ഉൽപ്പാദനത്തെയും കപ്പൽ വഴിയുള്ള ചരക്ക് നീക്കത്തെയും ആഴത്തിൽ ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കാലാവസ്ഥാ പ്രവചനങ്ങൾ പ്രവചനാതീതമായി തുടരുന്നതിനാൽ ദുരന്ത നിവാരണ സേനകൾക്ക് അതീവ ജാഗ്രത നിർദ്ദേശമാണ് യൂറോപ്യൻ യൂണിയൻ നൽകിയിരിക്കുന്നത്. ആഗോളതാപനത്തിന് നേരിട്ടുള്ള ആഘാതമാണ് യൂറോപ്പ് ഇപ്പോൾ അനുഭവിക്കുന്നതെന്നും ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ കുറയ്ക്കാത്ത പക്ഷം ഇത്തരം പ്രതിഭാസങ്ങൾ ആവർത്തിക്കുമെന്നും പരിസ്ഥിതി സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന ഈ പ്രകൃതി ദുരന്തങ്ങൾ യൂറോപ്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ സാമ്പത്തിക ബാധ്യതയാണ് വരുത്തിവെക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്.